ജാസ്മിൻ ഇന്നലെ അപ്പോൾ ജിൻഡോനെ അടിക്കുകയുണ്ടായി. അപ്പോൾ അതിന് പരാതി ഉണ്ടോയെന്നും ചോദിച്ചുകൊണ്ട് അപ്പോൾ ശ്രീതു ചെല്ലുവാണ് ജിൻഡോയുടെ അടുത്ത്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല, പക്ഷെ അവൾ അടിച്ചത് എന്തിനാണെന്ന് എനിക്ക് അറിയണം. പിന്നെ അവൾ അടിച്ചപ്പോൾ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്തു എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിരുന്നോ അത്? എന്ത് ബാഡ് വേർഡാ ജാസ്മിൻ പറഞ്ഞതെന്ന് ശ്രീതു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല, അവൾ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൾ അടിച്ചതെന്ന് പറയുന്നുണ്ട്. ജിൻഡോ ഉറപ്പിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുവായിട്ട് ശ്രീതു വീണ്ടും എനിക്ക് പരാതിയില്ല, പക്ഷെ എന്തിനാന്നൊക്കെ എനിക്ക് അറിയണം. അപ്പോൾ ചേട്ടൻ ആദ്യം പരാതി ഉണ്ടായിരുന്നില്ലല്ലോ, നന്ദന പറഞ്ഞു കഴിഞ്ഞപ്പോഴാണോ ചേട്ടൻ പരാതിപ്പെട്ടതെന്നൊക്കെ അപ്പൊ ശ്രീതു പറയാണ്. അപ്പൊ ജിൻഡോ പറയാണ് അങ്ങനെയല്ലല്ലോ, അപ്പൊ തന്നെ നന്ദന പറഞ്ഞു, അപ്പൊ തന്നെ ഞാനും പറഞ്ഞല്ലോ എന്നൊക്കെ അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്. അവൾ എന്തിനാണ് അപ്പൊ എന്നെ അടിച്ചത്, അങ്ങനെ അടിക്കണം ശരിയാണോ എന്നൊക്കെ അപ്പൊ ജിൻഡോ ശ്രീതുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീതു പറയുന്നുണ്ട് അപ്പൊ അവളെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചതെന്ന് പറയും. അപ്പൊ ജിൻഡോ പറയാം ഇനി ഞാൻ കണ്ണു തുറന്നു കിടക്കുമായിരുന്നല്ലോ, എന്നെ എന്താണ് എണീപ്പിക്കാനുണ്ടായിരുന്നത്, മനഃപൂർവ്വം തന്നെ അടിച്ചതാണെന്നുള്ള രീതിയിൽ ജിൻഡോ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ശ്രീതു പറയേ അതൊന്നുമല്ല. അപ്പൊ ശ്രീതു പറയുന്നുണ്ട് അല്ല അവിടെ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചതെന്നൊക്കെ പറയും. എണീക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ അടിക്കുമോ എന്നൊക്കെ ചോദിക്കും. ഇല്ല ഞാൻ അടിക്കില്ല, അത് അടിച്ചത് ശരിയൊന്നും അല്ല എന്നവിടെ ശ്രീതു പറയുന്നുണ്ട്. ജിൻഡോ പഠിച്ചു എന്നുള്ളത് വലിയ വിഷയമാക്കാനൊന്നും ഇരിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനി ലാലേട്ടൻ വരുമ്പോൾ ജിൻഡോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമായിരിക്കും. ജിൻഡോ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കിയതാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജിൻഡോനെ ജാസ്മിൻ അടിച്ചത് ശരിയായൊന്നുമില്ല. അപ്പോൾ അതിന് ലാലേട്ടൻ ചോദ്യം ചെയ്യുമോ എന്ന് നമുക്ക് കണ്ടറിയാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ലാലേട്ടൻ അതൊക്കെ ചോദിക്കുമോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.